നെക്സ്റ്റ് നമുക്ക് ഒരു ഈസി മെത്തേഡ്, പെട്ടെന്ന് നമുക്ക് ഓരോന്നും ഇങ്ങനെ നോക്കാൻ, നമുക്ക് ഓരോന്നും നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാൻ നോക്കാം. ഫസ്റ്റ് കേസ് എടുക്കാം. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ ക്ലാസ് ലിമിറ്റാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ വരച്ചു, ഇത് ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 101 111 പിന്നെ 112 122 123 133 134 144 145 155 156 166. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഫസ്റ്റത്തെ നോക്കുക 126. അത് ഏതിലാണ് വരുന്നത്? 126 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. ഓക്കെ, ഇനി 121 വരുന്നത് ഈ ക്ലാസ്സിലാണ്. ഇവിടെ 1 ടാലി മാർക്ക് കൊടുക്കുക. പിന്നെ 148 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത ടാലി മാർക്ക്. ഇനി 109 വരുന്നത് എന്ന് വെച്ചാൽ 109 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ 131 നമുക്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ 2 ടാലി മാർക്കായി. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ്. പിന്നെ 138 വരുന്നത് 134ൻ്റെയും 144ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ വരച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്തു നോക്കുക. അതാണ് ഒന്നും കൂടെ ഈസി മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ല. അങ്ങനെ ഫുള്ള് ചെയ്യണം കേട്ടോ. 113യും അത് വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വയ്ക്കുന്നത്. വീഡിയോ ഏകദേശം ഈവനിങ് ആകുമ്പോഴേക്കും അതിങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.